ഞണ്ട് കൃഷി ലാഭകരമായ തൊഴിലായി മാറ്റിയ വ്യക്തിയാണ് കല്ലഞ്ചേരി റിട്രീറ്റ് ഉടമയും കർഷകരുമായ ആന്റണി. പാരമ്പര്യമായി കൊപ്രയുണക്കൽ തൊഴിൽ ചെയ്തിരുന്നവരാണ് ആന്റണിയുടെ കുടുംബം. അപ്പന് ആന്റണി ഉൾപ്പെടെ 3 ആൺമക്കൾ. ആന്റണി അപ്പന്റെ പാത പിന്തുടർന്ന് കർഷകനായി മാറി. തെങ്ങും പച്ചക്കറി കൃഷിയാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ കുമ്പളങ്ങി തന്നെ ഒരു സ്ഥലത്ത് ഞണ്ട് വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അതിനെ പറ്റി പഠിച്ചപ്പോൾ അത് ഇത്തിരി നല്ലതാണെന്ന് തോന്നി. ഞണ്ട് കൃഷിയാണ് ആദായകരമെന്ന് തിരിച്ചറിഞ്ഞ് ആന്റണി ഞണ്ട് വളർത്തലിലേക്ക് തിരിയുകയായിരുന്നു. ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സഹോദരന്മാർക്കൊപ്പം ചേർന്ന് ഹോം സ്റ്റേ റിട്രീറ്റിനും തുടക്കം കുറിച്ചു. ഒരേക്കറോളം വരുന്ന പാടത്താണ് ആന്റണിയുടെ ഞണ്ട് കൃഷി. ചെമ്മീൻ വളർത്തുന്നത് പോലെയാണ് ഞണ്ട് കൃഷിയും. രണ്ടിനും ഏറെ സാമ്യം. ഞണ്ടുകളെ ഇടുന്നതിന് മുൻപായി പാടം നന്നായി ഒരുക്കണം. വെള്ളക്കെട്ട് വറ്റിച്ച് നിലത്ത് കുമ്മായം വിതറി പാടം നന്നായി വൃത്തിയാക്കണം. ഇതിനുശേഷം 1 മാസത്തിനകം കുഞ്ഞുങ്ങളെ ഇടാനാകും. കായലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഞണ്ടിൻ കുഞ്ഞുങ്ങളെ വെള്ളക്കെട്ടിൽ വളർത്തിയായിരുന്നു ആദ്യകാലങ്ങളിലെ കൃഷിയുടെ തുടക്കം. ഇപ്പോൾ CMFRI ഞണ്ടിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട്. CMFRI ഹാച്ചറിയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് കർഷകരിൽ നിന്ന് ഓരോന്നിനും 17 രൂപ ഈടാക്കി വരുന്നുണ്ട്. 4 മാസം കൊണ്ട് 800 ഗ്രാം തൂക്കം എത്തുന്നവയാണ് ഇത്തരം ഞണ്ടുകൾ. ആന്റണി ഉൾപ്പെടെയുള്ള കർഷകർ ഇപ്പോൾ കൊഴുപ്പിക്കൽ രീതിയിലൂടെയാണ് കൃഷി ആദായകരമാക്കിയിരിക്കുന്നത്. ഇവർ കൃഷിക്കായി കുഞ്ഞുങ്ങളെ ആശ്രയിക്കുന്നില്ല. വാട്ടർ ഞണ്ടുകൾ എന്നറിയപ്പെട്ട പ്രത്യേക ഇനം ദ്രാവക ഞണ്ടുകളെയാണ് കൊഴുപ്പിക്കലിനായി ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ മാംസത്തിന് പകരം പ്രത്യേകതരം ദ്രാവകം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഞണ്ടുകളെ വാട്ടർ ഞണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഞണ്ടിന്റെ തോടിൽ തട്ടിനോക്കി പരിശോധന നടത്തിയാണ് ജലഞണ്ടുകളെ വേർതിരിച്ചറിയുന്നത്. വാട്ടർ ഞണ്ടുകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരാണ്. കർഷകർക്ക് ആദായകരമായ വിലയിലാണ് ജലഞണ്ടുകളുടെ വിൽപ്പന. മൂന്ന് മാസത്തെ പരിചരണം കൊണ്ട് ജലഞണ്ടുകൾ വേണ്ടത്ര മാംസമുള്ള ഞണ്ടുകളായി മാറുന്നു. ഇക്കാലയളവിലാണ് ഞണ്ടുകളുടെ പടം പൊഴിച്ചിൽ നടക്കുന്നത്. ഞണ്ടുകൾ ധാരാളം തീറ്റിയെടുക്കുന്ന സമയം കൂടിയാണിത്. പടം കൊഴിഞ്ഞിട്ടാൽ വലുതാണ്. പടം കൊഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് വെള്ളമായിരിക്കും. അതിന് പിന്നെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഫ്ലഷ് ഉണ്ടാവും. അപ്പോൾ ഈ ഞണ്ട് ശരിക്കും ഉറക്കും. അങ്ങനെ ഉറച്ച ഞണ്ടിന് മാത്രമേ അവർ വില തരുള്ളൂ. കാൽസ്യം അധികമുള്ള ഭക്ഷണ സാമഗ്രികളാണ് ഞണ്ടുകൾക്ക് തീറ്റയായി നൽകുന്നത്. കക്കായിറച്ചിയും ചെറു മത്സ്യങ്ങളുമൊക്കെ ഞണ്ടുകൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണം. ഇവയ്ക്കൊപ്പം ഗോതമ്പും തവിടുമൊക്കെ നൽകാവുന്നതാണ്. ആന്റണിയുടെ പാടത്തിൽ 25 സെന്റ് കൊഴുപ്പിക്കലിനായി നീക്കിവെച്ചിരിക്കുന്നു. റെഡ് ക്രാപ്പ് എന്ന് വിളിക്കുന്ന ചുവപ്പുകാലൻ ഞണ്ട് ആക്രമണകാരിയാണ്. ഇവയ്ക്ക് തൂക്കവും കൂടുതലായിരിക്കും. ഒരു 2-3 മീറ്റർ 4 മീറ്റർ വരെയുള്ള ബണ്ടാണെങ്കിലും അത് തുളച്ചു പോയിക്കളയും. അപ്പോൾ ഈ റെഡ് ക്രാബിനെ വളർത്തണമെങ്കിൽ നല്ലോണം കാശ് ചിലവാക്കി നല്ല സ്ലാബൊക്കെ സൈഡിൽ ചാരിയൊക്കെ കൊടുത്ത് റെഡ് ക്രാബിനെ വളർത്താൻ പറ്റുള്ളൂ. വളർത്തിയാലും നമ്മൾക്ക് അത് നമ്മൾ ഉദ്ദേശിക്കാതെയുള്ള ലാഭം റെഡ് ക്രാബിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചുവപ്പുകാലൻ ഞണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങുന്നു. ഈ സമയം വിപണിയിൽ ചുവപ്പുകാലന് പ്രിയമേറും. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ പച്ച ഇനം ഞണ്ടുകൾക്കാണ് എക്കാലവും ആവശ്യക്കാരുള്ളത്. ഞണ്ടുപാടങ്ങളിൽ ഇടവിളയെന്നോണം പൂമീൻ കൃഷി കൂടി ചെയ്തു വരാറുണ്ട്. പൂമീനുകൾ ഞണ്ടുപാടങ്ങളിൽ ഓക്സിജൻ സഞ്ചാരം സുഗമമാക്കുന്നു എന്നതിനാലാണ് ഇത്.
വർഷാന്ത്യത്തിൽ കർഷകന് അധിക വരുമാനം കൂടിയാണ് കണ്ണിനിമ്പമുള്ള ഈ കൊച്ചുമീനുകൾ സമ്മാനിക്കുന്നത്. ഇതുകൂടാതെ കരിമീനുകളും മറ്റ് ചെറു മത്സ്യങ്ങളുമൊക്കെ കായലിൽ നിന്നും പാടത്തെത്തുന്നു. പൂമീനുകൾക്കൊപ്പം കരിമീനും ലാഭം തരുന്നു. ചെറുമീനുകളെ ഞണ്ടുകൾ ഭക്ഷണമാക്കുന്നു. ഞണ്ടുകളെ പൂർണ്ണമായി പിടിച്ച ശേഷം ഒടുവിലായാണ് പൂമീനുകളുടെ വിളവെടുപ്പ്. കരിമീൻ, സിലോപ്പി, തിരുത എന്നീ ഇനം മത്സ്യങ്ങളും പൂമീനുകൾക്കൊപ്പം ലഭിക്കുന്നു. തിരുതയ്ക്ക് കിലോഗ്രാമിന് 140 രൂപ വരെ വില ലഭിക്കും. പൂമീന് കിലോയ്ക്ക് 60 രൂപയാണ് നടപ്പുവില. പൂമീനും തിരുതയുമൊക്കെ കർഷകന് അധിക വരുമാനമാണ് നൽകുന്നത്. വർഷാന്ത്യത്തിൽ പാടം വൃത്തിയാക്കി പുതിയ കൃഷി ഇറക്കുന്നതിനുള്ള വരുമാനം പൂമീൻ വിറ്റുവരവിലൂടെ ലഭിക്കുന്നതായി ആന്റണി സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളൊരു വർഷം വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോയൊക്കെ പൂമീൻ വലുതാവും. അപ്പോൾ നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും ഈ ഫാം ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫാം ക്ലീൻ ചെയ്യാനായിട്ടുള്ള പൈസയും പിന്നെ കുറച്ചുകൂടി രൂപയും കൂടി നമുക്ക് കൂടുതലായിട്ട് ഈ പൂമീൻ വളത്തിൽ ചെയ്താൽ കിട്ടും. വേലിയേറ്റം, വേലിയിറക്കം എന്നിവയെ ആശ്രയിച്ചാണ് ഞണ്ടുകളുടെ ആഹാര രീതി. വേലിയേറ്റ സമയം ദിവസത്തിൽ 2 തവണ ഞണ്ടുകൾക്ക് ആഹാരം നൽകണം. 3 മാസം മുതൽ 6 മാസം വരെയുള്ള കാലയളവിനുള്ളിൽ ഞണ്ടുകൾ പൂർണ്ണ വളർച്ചയെത്തും. ഈ സമയം അവയെ പിടിച്ചെടുത്ത് വിൽപ്പന നടത്താം. ഞണ്ടുപിടുത്തത്തിന് പല മാർഗങ്ങൾ അവലംബിച്ചു വരാറുണ്ട്. പ്രത്യേകതരം വല ഉപയോഗിച്ചോ കുളം വറ്റിച്ചോയാണ് സാധാരണ രീതിയിൽ വിളവെടുപ്പ്. വേലിയേറ്റ സമയം പാടത്ത് ഉപ്പുവെള്ളം നിറയുമ്പോൾ ഞണ്ടുകൾ കരയിലേക്ക് കയറി വരും. ഈ സമയം അവയെ എളുപ്പത്തിൽ പിടികൂടാനാകും. പ്രത്യേക ഇനം റിങ് വലകളും ഞണ്ടുപിടുത്തത്തിനായി ഉപയോഗിച്ചു വരുന്നു. കോരുവലകളും ചിലയിടങ്ങളിൽ സാധാരണമാണ്. ശരിയായ ഞണ്ട് ഈ വേലിയേറ്റത്തിന് തൂമ്പിൻ്റെ രീതി നല്ല കളിച്ചു വരും. ഇങ്ങനെ സ്വരം കിളുകിള ശബ്ദമാക്കി ഇങ്ങനെ വരും. അതിനെ ഈ ചെറിയ ബോൾസ് കൊണ്ട് നമ്മൾ കോരിയെടുക്കും. ഒരു രീതി അതാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാണ്ട് നിർത്തിയിട്ട് റിങ്ങുണ്ട്, ഈ വല കെട്ടിയ റിങ്, അതിൻ്റെ നടുക്ക് അതിൻ്റെ ഭക്ഷണം ഇപ്പോൾ കൂരി പോലെയുള്ള മീനുകൾ കെട്ടി വെച്ചും അതൊരു 5-10 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വള്ളിയുണ്ട്. ആ വള്ളി അനങ്ങി കഴിയുമ്പോൾ ഈ സാധനത്തിനെ പൊക്കിയെടുത്ത് അതിൻ്റെ അകത്തുണ്ടാവും. വിളവെടുപ്പിന് ശേഷം ഞണ്ടുകളെ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവയുടെ ഭാരം അളന്ന് വെയിലേൽക്കാത്ത വിധം പ്രത്യേക കുട്ടകളിലാക്കി സീൽ ചെയ്യുന്നു. വായു കടക്കാത്ത തരത്തിലുള്ള കുട്ടകളിലാണ് ഞണ്ടുകളെ സംഭരിച്ച് സൂക്ഷിക്കുന്നത്. വിൽപ്പനയ്ക്കെത്തുന്ന ഞണ്ടുകൾക്ക് എല്ലാ ശരീരഭാഗങ്ങളും വേണമെന്നത് നിഷ്കർഷയാണ്.